ശ്യാമേ, പാറശാലയിൽ ഈ മകൻ പിതാവിനെ കൊലപ്പെടുത്തിയ ഒരു കേസുണ്ടായിരുന്നു. അതിൻ്റെ വിധി 2024 വന്നു. ആ വിധി എന്ന് പറഞ്ഞത് മകനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധിയാണ്. പിതാവിനെ കൊലപ്പെടുത്തിയ മകനെ കോടതി വെറുതെ വിട്ടു. പക്ഷെ ആ വിധിക്ക് എതിരെ സർക്കാർ അപ്പീൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഈ കേസിലെ പ്രോസിക്യൂഷൻ സാക്ഷിയായ ഡോക്ടർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പാറശാല താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറാണ്. അപ്പോൾ അവർ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽക്ക് ഈ കത്ത് കൊടുത്തിട്ടുണ്ട്, സർക്കാർ അപ്പീൽ പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഡോക്ടർ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്? നമ്മുടെ ഈ മാതാപിതാക്കളെ മക്കൾ കൊല്ലുന്ന ഒരു കാലഘട്ടം തുടർച്ചയായി ഇത്തരം കേസുകൾ വരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു വിധി നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിൽ നിന്നും പുറത്തു വന്നത്. ഇത് 2016 ഈ കേസ്, ഈ സംഭവം നടക്കുന്നത്. ഡിസംബർ 10 രാത്രിയിൽ പാറശാലയിലെ താലൂക്ക് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിലേക്ക് തങ്കപ്പൻ എന്ന് പറയുന്ന 60 വയസ്സ് പിന്നിട്ട ഒരു മനുഷ്യനുമായി മകനും തങ്കപ്പൻ്റെ ഭാര്യയും എത്തുകയുണ്ടായി. അപ്പോൾ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ലീന വിശ്വൻ, അവരവിടുത്തെ അത്യാഹിത വിഭാഗത്തിലെ മെഡിക്കൽ ഓഫീസറാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ തലയിൽ ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്. ഇഞ്ചുറി നീളത്തിലുള്ള മുറിവാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് പ്രാഥമികമായിട്ടുള്ള ചികിത്സ ട്രീറ്റ്മെൻറ്റ് നൽകുക എന്നതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ അത്യാഹിത വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ തുന്നലിടുന്നതിനിടെ ഈ ഡോക്ടറും ഈ തങ്കപ്പനും സഹായികളായിട്ട് നിൽക്കുന്ന, അസിസ്റ്റൻസായിട്ട് നിൽക്കുന്ന നഴ്സുമാരുമൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ ഡോക്ടറോട്, ഈ ലീന വിശ്വനോട് ഈ തങ്കപ്പൻ ഈ മുറിവിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ തങ്കപ്പൻ പറഞ്ഞു, എൻ്റെ മകൻ എന്നെ കമ്പിക്ക് അടിച്ചതാണ്. കമ്പിക്ക് തങ്കപ്പൻ്റെ മൊഴി രാത്രിയിൽ തൻ്റെ മകൻ കാരോട് സ്വദേശിയായ തങ്കപ്പനെ മകൻ കമ്പിക്ക് തലയിൽ അടിച്ചു എന്ന് പറഞ്ഞു. ഡോക്ടർ ഈ മൊഴി രേഖപ്പെടുത്തി തങ്കപ്പനെ കൊണ്ട് ഒപ്പുവെപ്പിച്ചു. ഇതിനിടെ തങ്കപ്പൻ ഒമിറ്റ് ചെയ്യുകയും അബോധാവസ്ഥയിലാകുന്ന സാഹചര്യവും ഉണ്ടായി. ഉണ്ടായപ്പോൾ ഡോക്ടർ ഉടൻ തന്നെ ഈ തങ്കപ്പനെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. എത്രയും വേഗം എത്തിക്കാനുള്ള നിർദ്ദേശവും ഇവർക്ക് നൽകി. തങ്കപ്പൻ്റെ ഭാര്യയെ വിളിച്ചു വരുത്തിയാണ് ഡോക്ടർ ലീന വിശ്വൻ ഈ നിർദ്ദേശം നൽകിയത്. അപ്പം മകനോട് പേര് ചോദിച്ചപ്പോൾ മകൻ്റെ പേര് സുജി എന്നാണ് ഈ ഡോക്ടറോട് അന്ന് അദ്ദേഹം നൽകിയ മറുപടി. എന്നാൽ ഡോക്ടർ ഈ സംഭവത്തിന് ശേഷം പെട്ടെന്ന് റെഫർ ചെയ്ത് കൊണ്ടുപോകാനുള്ള അടിയന്തരമായി ഇമ്മീഡിയറ്റായി എത്തിക്കാനുള്ള നിർദ്ദേശമാണ് ഡോക്ടർ ചെയ്തത്. ഈ തങ്കപ്പൻ പിറ്റേന്ന് ഉച്ചയ്ക്ക് മരണപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ ബോഡി ഇതേ ആശുപത്രിയിൽ തിരികെ എത്തി. അപ്പോഴാണ് ഡോക്ടർ അറിയുന്നത് താൻ പറഞ്ഞു വിട്ട, മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് വിട്ട തങ്കപ്പൻ എന്ന് പറയുന്ന തൻ്റെ പേഷ്യൻ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിട്ടില്ല, കൊണ്ടുപോയില്ല. രാത്രിയിൽ ഇവർ ഈ തങ്കപ്പൻ്റെ ഈ പറയുന്ന മരണപ്പെട്ട് കൊണ്ടുവരുന്ന സമയത്തെ വിവരങ്ങൾ ബന്ധുക്കളോട് തേടിയപ്പോൾ തങ്കപ്പൻ മരിച്ചിരിക്കുന്നത് ഊരമ്പ് കുഴിഞ്ഞാൻ വിളയിലെ വീട്ടിൽ വെച്ചാണ്. ഈ തങ്കപ്പൻ മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ താൻ വിട്ട രോഗി എങ്ങനെയാണ് തിരികെ വീട്ടിലേക്ക് എത്തിയത്? ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് എന്ന് കാണിച്ച് പോലീസിനോട് ഈ ഡോക്ടർ ഇൻറ്റിമേഷൻ നൽകുകയുണ്ടായി. അതുമാത്രമല്ല, പ്രാഥമികമായുള്ള ചികിത്സയിലും അതുപോലെ തന്നെ തങ്കപ്പൻ്റെ മൊഴിയും പ്രാഥമിക ചികിത്സാ രേഖകളും ഒക്കെ തന്നെ ഡോക്ടർ പോലീസിന് കൈമാറി. ഇതിനനുസരിച്ച് പൊഴിയൂർ പോലീസ് ഈ മകനെതിരെ കൊലപാതക കുറ്റത്തിന് അന്ന് കേസെടുത്തുകൊണ്ട് പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയപ്പോൾ ഇതിൽ പ്രാഥമികമായി അവർക്ക് ബോധ്യപ്പെട്ടു ഇതൊരു കൊലപാതകമാണ്. തങ്കപ്പൻ്റെ മൊഴിയുണ്ട്, 2 കാര്യങ്ങളുണ്ട്. തങ്കപ്പൻ്റെ മൊഴിയുണ്ട്, തങ്കപ്പനെ ആശുപത്രിയിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് വിട്ടപ്പോൾ കൊണ്ടുപോകാൻ തയ്യാറാകാതെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി വീട്ടിലേക്ക് തന്നെ മടക്കിക്കൊണ്ടുപോയി. ഇതാണ് ഈ കേസിലെ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, 3 കാര്യങ്ങൾ കോടതിക്ക് മുമ്പാകെ എത്തിയില്ല. ഒന്ന്, ആശുപത്രിയിൽ എത്തിച്ച സമയം തെളിവുകളോടെ പരിശോധിക്കപ്പെട്ടില്ല. 2, പ്രാഥമിക ചികിത്സാരേഖ ഡോക്ടർ എഴുതിയ റിപ്പോർട്ട് പരിഗണിക്കപ്പെട്ടിട്ടില്ല. 3, OP ടിക്കറ്റിലൂടെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്ത രോഗിയെ അവിടെ എത്തിക്കാതെ വീട്ടിലേക്ക് മടക്കിക്കൊണ്ടുപോയി എന്ന ഗുരുതരമായ കുറ്റകൃത്യത്തിൻ്റെ റിപ്പോർട്ട്. ഇത്രയും കാര്യങ്ങൾ
കോടതിക്ക് മുമ്പിലേക്ക് വരാതിരിക്കുകയോ അല്ലെങ്കിൽ കാര്യമായി പരിഗണിക്കപ്പെടാതെ പോവുകയോ ചെയ്തിട്ടുണ്ട്. അത് ആരുടെ ഭാഗത്തെ തെറ്റാണ് എന്നുള്ളത് ഈ കേസ് റീഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഇത് കോടതിയിൽ നിന്നും ഈ കേസിൻ്റെ വിധിന്യായം വായിച്ച് നോക്കേണ്ടി വരും. ചില കേസുകളിൽ പോലീസ് കൃത്യമായി ഈ പറയുന്ന പോലെ പ്രോസിക്യൂഷൻ കൃത്യമായി വിവരങ്ങൾ നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകും. ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കപ്പെടാതെ മകനായിട്ടുള്ള ഡോക്ടറെ സുജി എന്നറിയിച്ചിരിക്കുന്ന ഈ മകനെ മെഡിക്കൽ നെഗ്ലിജൻസ് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഇദ്ദേഹത്തിന് കൃത്യമായി കിട്ടിയിട്ടില്ല എന്ന വിലയിരുത്തലോടുകൂടി കോടതി ഈ തങ്കപ്പൻ്റെ മകനെ വെറുതെ വിട്ടു. 2024 വെറുതെ വിട്ടു. വെറുതെ വിട്ടതിന് പിന്നാലെ വെറുതെ വിടുന്നതിന് മുമ്പ് തന്നെ ഈ മകൻ ഒരു പണി കാണിച്ചു. ഈ ജാമ്യത്തിൽ ഇറങ്ങി, അതായത് കൊലപാതക കേസിൽ റിമാൻഡിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞ് 48ാമത്തെ ദിവസത്തിന് ശേഷം 48 ദിവസം കഴിഞ്ഞിട്ടാണ് ജാമ്യം ലഭിച്ചത്. ഈ ജാമ്യം ലഭിച്ച ശേഷം ഇവരുടെ ബന്ധുക്കളും മകനും ചേർന്നൊരു പരാതി കൊണ്ടുപോയി കൊടുത്തു. ഈ ഡോക്ടർക്കെതിരെ, അതായത് ലീന വിശ്വനെതിരെ പരാതി കൊടുത്തു. തങ്ങൾ 12 മണിക്ക് ഹോസ്പിറ്റലിൽ എത്തിച്ച തങ്കപ്പൻ എന്ന് പറയുന്ന വ്യക്തിയെ രാത്രി 1 മണിക്കാണ് ട്രീറ്റ്മെന്റ് അദ്ദേഹത്തിന് നൽകിയത്. ഇതായിരുന്നു ഇവർ കൊടുത്ത പരാതി. അത് പ്രകാരം ഡോക്ടർക്കെതിരെ ഒരു എൻക്വയറി നടന്നു. ഡോക്ടർക്കെതിരെ എൻക്വയറി നടന്നപ്പോൾ അതിൽ കാര്യമില്ല എന്ന് ബോധ്യപ്പെട്ടു. ആ ഡോക്ടർ ഇപ്പോൾ ഏറ്റവും അവസാനം ജോലി ചെയ്തിരുന്നത് വിളപ്പിൽശാല ആശുപത്രിയിലാണ്. അവരിപ്പോൾ PG പഠനത്തിന്റെ ഭാഗമായി ലീവ് എടുത്തിരിക്കുകയാണ്. ആ ഡോക്ടർ ഈ കേസിനെ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിലാണ് ആ ഡോക്ടർക്ക് ഒരു സല്യൂട്ട് നമ്മൾ നൽകേണ്ടത്. കാര്യം അവർക്ക് ആ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടതാണ്. മരിക്കാൻ പോകുന്ന ആള് മരണമൊഴി പോലെ പറഞ്ഞ കാര്യമാണ്, ഡോക്ടറോട് പറഞ്ഞ മൊഴിയാണ്. അതൊരു മരണമൊഴിയായി പരിഗണിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആ മൊഴി പ്രകാരം ഈ പറയുന്ന പോലെ തങ്കപ്പൻ തൻ്റെ മകൻ കമ്പി വടി കൊണ്ട് അടിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ TA ഷാജി അദ്ദേഹത്തിന് ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാർ ഈ കേസിൽ ഹൈക്കോടതിയിലേക്ക് അപ്പീലിന് പോകണം എന്ന് കാണിച്ചുകൊണ്ട് ഡോക്ടർ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന് ഒരു കത്ത് നൽകി. ഈ കത്തിപ്പോൾ തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് മുമ്പാകെ കിടക്കുകയാണ്. ഈ കത്ത് അദ്ദേഹം പ്രോസിക്യൂഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. എവിടെ നമ്മുടെ SP ഓഫീസിലേക്ക് കൈമാറിയിട്ടുണ്ട്. അത് ഈ കാര്യങ്ങൾ പരിശോധിക്കണം. ഇത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൻ്റെ രേഖകളെല്ലാം തന്നെ ഡോക്ടർ അന്ന് തന്നെ അന്വേഷണ സംഘത്തിന് കൈമാറിയതാണ്. അന്വേഷണ സംഘമായിട്ടുള്ള കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ഈ വിവരങ്ങൾ ഡോക്ടർ കൈമാറിയ പ്രകാരമാണ് തങ്കപ്പൻ്റേത് ഒരു കൊലപാതകമാണെന്നും ഇതിൻ്റെ ഉത്തരവാദി മകനാണെന്നും കണ്ടെത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള കാരണം തന്നെ അറിയാമല്ലോ. ഒട്ടനവധി പേര് ജുഡീഷ്യൽ കസ്റ്റഡിയിലും പോലീസ് കസ്റ്റഡിയിലുമായിട്ടൊക്കെ സ്വന്തം മാതാപിതാക്കളെ കൊന്നതിന് കിടപ്പുണ്ട്. ഇവരുടെയൊക്കെ കേസിൻ്റെ ഭാവി എന്തായിരിക്കും എന്നതിൽ ഒരു ആശങ്ക കൂടി പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, നമ്മളെല്ലാവരും തന്നെ ഈ തങ്കപ്പൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ദുരൂഹമായിട്ടുള്ള ഈ മരണത്തെയും അന്നത്തെ ഈ കേസ് അട്ടിമറിക്കപ്പെട്ട് അല്ലെങ്കിൽ വിധിന്യായം ഇങ്ങനെയായിരുന്നുവെന്നും പലരും ശ്രദ്ധിക്കപ്പെടാതെ പോയി, പലരും ശ്രദ്ധിച്ചില്ല. അതിനിടയിൽ ഈ ലീന വിശ്വൻ എന്ന് പറയുന്ന ഡോക്ടർ തൻ്റെ പഠന സമയത്ത് തന്നെ ഈ കേസിൽ ഇടപെട്ടിരിക്കുന്നു. അവരുടെ ഈ കേസിൽ ഒരു നീതി വേണം. താൻ ട്രീറ്റ്മെൻറ്റ് നൽകിയ രോഗിയെ വഞ്ചിച്ച് കടത്തിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി, അതാണ് അവരുടെ പരാതി. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ഇപ്പോൾ പുറത്ത് അറിയുന്നത് പോലും. മറ്റാരെങ്കിലും ആണെങ്കിൽ ഈ വിഷയത്തെ എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വിധി വന്നു, കോടതി വിധി പറഞ്ഞു, ഇനിയിപ്പോൾ എന്തേലും ആവട്ടെ, ഞാൻ എൻ്റെ കാര്യം നോക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു പോകും. അതിനിടെയാണ് ഒരു ഡോക്ടർ, അത് ഒരു വനിതാ ഡോക്ടർ തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങിയത്. അപ്പോൾ മറ്റ് കേസുകളുടെയും ഭാവി എന്താകുമെന്നുള്ളതൊരു വലിയ ആശങ്ക ചില കേസുകളുടെ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും കൃത്യമായ രേഖകൾ കോടതിയിൽ എത്താതെ പോകുന്നുണ്ട്. ഇവിടെ ഒരു കുഞ്ഞിനെ കൊന്ന കേസിൽ, ഇടുക്കിയിൽ ഒരു കുഞ്ഞിനെ കൊന്ന കേസ് നമ്മൾ ചർച്ച ചെയ്തതാണ്. അർജുൻ തെളിവുകളില്ല എന്ന് പറഞ്ഞ് അവനെ വെറുതെ വിട്ടു. അവനെ വെറുതെ വിട്ടപ്പോൾ അവനെ സർക്കാർ ബന്ധുക്കൾ ശക്തമായി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലെ സർക്കാരിനെ സമീപിച്ചപ്പോൾ ഒടുവിൽ സർക്കാർ ഒരു അപ്പീൽ നൽകാൻ തയ്യാറായി. അപ്പീൽ നൽകാൻ തയ്യാറായപ്പോൾ ഈ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വേണമെന്ന് പറഞ്ഞു. നിയമിക്കാമെന്ന് സർക്കാർ പറഞ്ഞിട്ട് മാസങ്ങളോളം അത് നീട്ടിക്കൊണ്ടുപോയി. അതിനിടയിൽ അവൻ ഇവിടുന്ന് രാജ്യം വിടാനുള്ള ഏർപ്പാടുകൾ തട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം കൂടി ഇവൻ ഇതാ നാട് വിടാൻ പോകുന്നേ
അതെ. എന്ന് വിളിച്ചു പറഞ്ഞു. വിളിച്ചു പറഞ്ഞതോടുകൂടി സർക്കാർ ഇതിൽ പെട്ടു. ഉടൻ തന്നെ സർക്കാർ പോയി കോടതിയിൽ, ഹൈക്കോടതിയിൽ ഇവൻ്റെ പിന്നെ ഈ പറയുന്ന അപ്പീൽ ഇത് ഉടനടി പരിഗണിക്കണം എന്നും ഇവൻ്റെ പാസ്പോർട്ട് വാങ്ങി വെക്കണമെന്നുമൊക്കെയുള്ള ആവശ്യവുമായി ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി ഇവനെ വിളിച്ചു വരുത്തി കോടതിയുടെ പരിധിയിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകി അവനെ മടക്കി അയച്ചു. അവൻ്റെ പാസ്പോർട്ട് മേടിച്ചു വെച്ചു. ഇല്ലെങ്കിൽ അവൻ മുങ്ങിയേനെ. അവനെ ഈ ജന്മത്തിന് ഇവിടെ വരത്തില്ല. അവൻ ഈ ഏരിയ എടുക്കില്ലല്ലോ. അവൻ ഇവിടെ വന്നിട്ട് ജയിലിൽ കിടക്കാൻ നോക്കും. എങ്ങനെയും ഇവിടുന്ന് മുങ്ങാനാ അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവന്റെ കേസിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ അല്ല, അന്വേഷണ ഉദ്യോഗസ്ഥൻ മരണം നടന്ന ദിവസം തെളിവ് ശേഖരിക്കേണ്ട ഘട്ടത്തിൽ സാക്ഷിയില്ലായിരുന്നു. ഇൻക്വസ്റ്റ് നടത്തേണ്ട സമയത്തും അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്ഥലത്തില്ലായിരുന്നു. പിന്നെ എങ്ങനെ കേസ് നിലനിൽക്കും? കേസ് പിന്നെ എങ്ങനെ നിലനിൽക്കും? അതല്ലേ പ്രശ്നം. ഒന്നുമില്ല അലംഭാവം അല്ലെങ്കിൽ മനഃപൂർവ്വമുള്ള കുറ്റപത്രം കൊടുത്ത ഉദ്യോഗസ്ഥൻ ഇൻക്വസ്റ്റ് സമയത്ത് സ്ഥലത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ കേസിന്റെ അടിസ്ഥാനം, കേസിന്റെ ബേസിക് എങ്ങനെ? ഇവരെ നിയമം പിടിപ്പിച്ചിട്ടല്ലേ ഇതൊക്കെ വിടുന്നത്. അപ്പോൾ ഏതായാലും ഈ തങ്കപ്പന്റെ കേസ് റീഓപ്പൺ ചെയ്ത് വീണ്ടും അപ്പീലിന് പോകണമെന്നാണ് ആ ഡോക്ടർ ആവശ്യപ്പെടുന്നത്. ഇനി സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് നോക്കാം. പ്രോസിക്യൂട്ടറൊക്കെ സർക്കാരിന്റെ പ്രോസിക്യൂട്ടർ ഇരിക്കുവാണല്ലോ. അപ്പീൽ കൊടുത്താൽ ഹൈക്കോടതി ഒരുപക്ഷെ സീരിയസ് ആയിട്ട് എടുക്കും. കാര്യം ഇത്തരം കേസുകൾ തുടർച്ചയായി നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഹൈക്കോടതി ഇതിനെ വളരെ ഗൗരവമായി പരിഗണിക്കുകയും ഈ കേസ് വേണമെങ്കിൽ ഈ ഹർജി സർക്കാരിൻ്റെ അപ്പീൽ ഫയലിൽ സ്വീകരിക്കുകയും ചെയ്യും. ഏതായാലും അതിനുള്ള വഴി ഉണ്ടാകട്ടെ. അങ്ങനെ ഒരാളും ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നാളെ ഇതിനൊക്കെ ഒരു പ്രചോദനമാകും. കൂടുതൽ ഫ്യൂൽ പകരുന്നതിന് തുല്യമാണ്. മറ്റുള്ളവർക്കും സ്വന്തം മാതാപിതാക്കളെ കൊല്ലാനുള്ള ഒരു അവകാശമായി ഇത്രയ്ക്ക് ഇത്രയുള്ളെന്നൊരു തോന്നൽ വരും. ശരി.